നമ്മുടെ ഫസ്റ്റ് ഐറ്റം വരുന്നത് ഇതാ കേട്ടോ. നമുക്ക് സിൽക്കൊക്കെ എടുക്കണം എന്നൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒറിജിനൽ വരുമ്പോഴത്തേനും ഒരു 4000 വേണ്ടി പോകും. കാരണം ഈ ഒരു ടൈപ്പ് പ്രിന്റ് ഒറിജിനലിൽ വരുമ്പോൾ അത്ര റേറ്റ് വരും. ഇത് ഏകദേശം ഒരു ജൂട്ടെന്നോ അല്ലെങ്കിൽ ഏകദേശം മൊഡാലിൻ്റെ ഒക്കെ ലുക്കായിട്ടാണ് കിട്ടുന്നത്. ജൂട്ട് ഫിനിഷ് ആണ്. നമ്മുടെ മൊഡാലിറ്റി സെയിം തന്നെ വരുന്നുണ്ട്. അത്രയും ആ ഒരു ഫുൾ പ്രിന്റ് വരുന്ന സൈസ്, അരിസ്റ്റോക്കിൻ്റെ പ്രിന്റ് വരുന്ന സൈസ് മൊഡാലിൽ വരാറുണ്ട്. ഇത് സെമി ടസറിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഭയങ്കര രസമാണ് കേട്ടോ. നമുക്ക് ആ ഒരു ഒറിജിനൽ ഫീൽ തന്നെയാണ് കിട്ടുന്നത്. ബാക്ക് സൈഡൊക്കെ നോക്കി അറിയാം. ഭയങ്കര അങ്ങനെ ഒരുപാട് അങ്ങനെ എടുത്തല്ല നിൽക്കുന്നത്. ഇതിൻ്റെ തന്നെ റേറ്റ് കുറഞ്ഞതും വരാറുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് പെട്ടെന്ന് അങ്ങനെ അറിയാൻ പറ്റും. കുറച്ചൊക്കെ നമ്മൾ ആ ഒരു ബാക്ക് സൈഡ് കാണുമ്പോഴത്തേനും വെളുത്ത നിറം കൂടുതൽ കാണാൻ പറ്റും. പക്ഷേ ഇതിനൊന്നും ആ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. 2000 സംതിങ് റേഞ്ച് ഉണ്ടെങ്കിലും അതിന് വർത്തായിട്ടുള്ള ഒരു ഐറ്റമാണ്. നല്ല ഗ്രാൻഡ് ലുക്കാണ് കാണാൻ. ഇത് ടോപ്പ് ചെറിയ ഒരു ജൂട്ട് ഫിനിഷ് തന്നെയാണ്. ചെറുതായിട്ടൊരു പ്രിൻറ്റും പോയിട്ടുണ്ട്. ഞാൻ അടുപ്പിച്ച് കാണിക്കാം. ഇതുപോലെ കുഞ്ഞായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്രീൻ പോലത്തെ ഒരു ലൈൻസ് ഇടയ്ക്ക് മാത്രം, ഒരുപാടൊന്നും അല്ല കേട്ടോ. ഇതാണ് ടോപ്പ് വരുന്നത്. നല്ല സിൽക്ക് പോലെ തന്നെയായിട്ട് ഇരിക്കുന്നത്. നല്ല സിൽക്ക് ഫാബ്രിക് തന്നെ. അതിൽ ഒത്തിരി റേറ്റ് വരാത്ത രീതിയിൽ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. സിൽക്ക് പോലെ തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ. ബോട്ടം സെയിം കളർ, നല്ല ബ്ലാക്ക് ആണ്. അതിൻ്റെ കൂടിയ സാറ്റൻ സിൽക്കാണ് ബോട്ടത്തിന് വെച്ചേക്കുന്നത്. ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ്. ഇങ്ങനത്തെ മോഡൽ നമുക്ക് ടെസറിലായാലും സിൽക്കിലായാലും വന്നാലും ജൂട്ടിലൊക്കെ വരുന്ന ഈ ഒരു മോഡൽ തന്നെ സിൽക്ക് നമുക്ക് ആ ഒരു ദുപ്പട്ടയാണ് മെയിൻ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതെന്തായാലും നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു റേറ്റിൽ നോക്കുന്നവർക്ക് നല്ല റേറ്റോ കേട്ടോ. ഇതിൻ്റെ നമ്പർ W776, റേറ്റ് 2190, 2196. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല മെറൂൺ കുറച്ച് എവിടെയോ ഇങ്ങനെ ഒരു ഡാർക്കർ പിങ്ക് ടോണൊക്കെ വരുന്നുണ്ട്. അപ്പം അത് പിങ്കും അല്ല കേട്ടോ, എന്താ പറയുക, എവിടെയോ ഒരു നമ്മുടെ ഒനിയൻ പിങ്കിൻ്റെ ഒരു ഡാർക്കർ ഷെയ്ഡിലാണ് കേൾക്കുന്നത്. അപ്പോൾ അതായത് മെറൂണിൻ്റെ കൂടെ കൂടുമ്പോഴുള്ള ഏകദേശം ഷെയ്ഡാണ് കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ ഡബിൾ ടോൺ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈനും ഒക്കെ വരുന്നുള്ളതുകൊണ്ട് കറക്റ്റ് കളർ പറയാൻ പറ്റില്ല. എന്നാലും നല്ല ഷെയ്ഡാണ്. ദുപ്പട്ട നല്ല രസയിലാണ്. എൻ്റെ ഒരു കുറേ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഞാൻ കാണിച്ചു പോകാം. നല്ല ലെങ്ത് ഉണ്ട്. ടാസിൽസും ഒക്കെ ഉള്ള ഐറ്റമാണ്. അപ്പോൾ ശരിക്കും ദുപ്പട്ടയൊക്കെ നമ്മുടെ ഒറിജിനലിൻ്റെ ഒക്കെ ഐറ്റം ഇല്ല, അതേ ഒരു ഫീലാണ് കിട്ടുന്നത്. നല്ലതായിട്ട് ഒതുങ്ങി കിടക്കും. അത്യാവശ്യം ഒന്ന് ഷാമ്പു വാഷ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. നല്ല മെറ്റീരിയലാണ്. നമുക്ക് ഒരു ചുമ്മാ ഷാമ്പു വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഭയങ്കര റഫായിട്ട് ഉപയോഗിക്കായിരുന്നു. ഇത്ര റേറ്റ് കൊടുത്തെടുക്കുന്നത് അങ്ങനെ ഭയങ്കര റഫായിട്ട് ഉപയോഗിക്കത്തില്ലല്ലോ. ഡ്രൈ വാഷ് ഞാൻ പറയുന്നില്ല, അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഷാമ്പു വാഷ് പോസിബിൾ ആട്ടോ. ബോട്ടം വരുന്ന സാറ്റിൻ സിൽക്കാണ്. നല്ല ലെങ്ത്തും ഉണ്ട്. നമ്പർ W777, റേറ്റ് 2196. ഗ്രീൻ ആട്ടോ. ഗ്രീൻ അടിപൊളിയല്ലേ, നല്ല ഡാർക്ക് ഗ്രീന്. അതിൻ്റെ അകത്ത് പ്രിൻറ്റും നല്ല രസമുണ്ട് കാണാൻ. കളർ കോമ്പിനേഷൻ ആട്ടോ മെയിൻ. ആ ഒരു നല്ലതായിട്ട് തന്നെ ഫിനിഷിങ്ങിലാണ് പ്രിൻറ്റ് പോയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗി കൂടുതലാണ്. ഓരോ പ്രിൻറ്റിൻ്റെ സിൽക്കിൽ വരുന്നതിൻ്റെ അകത്തൊക്കെ നമുക്ക് ആ പ്രിൻറ്റിൻ്റെ ഒരു ക്ലാരിറ്റി, അത് കൊടുത്തേക്കുന്ന കോമ്പിനേഷൻ, അതൊക്കെ അനുസരിച്ചാണ് ആ ഒരു മൊത്തത്തിൽ അതിൻ്റെ സ്റ്റൈൽ കൂടുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ അത് എല്ലാത്തിനും കാണാൻ നല്ല കേട്ടോ. എല്ലാ ഐറ്റംസും അത്രയും ഭംഗിയായിട്ടാണ് എൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നല്ല രസമില്ല കാണാൻ. ഇതിനകത്തെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ചെറുതായിട്ടൊരു ബ്ലാക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു ഗ്രീനാണ്, ഒരു ബേജ് പോലത്തെ കളറിന് മിക്സായിട്ട് ഇതിൽ ചെറിയൊരു പ്രിൻറ്റ് പോലെ നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ പ്ലെയിൻ അല്ല. അപ്പോൾ ഇതിൻ്റെ ബോട്ടം സെയിം കളർ, നല്ല ഡാർക്ക് ഗ്രീനാണ്. നമ്പർ വരുന്നത് W778, റേറ്റ് 2196. അടുത്ത ഷെയ്ഡ് ഒരു പേർപ്പിൾ വൈൻ മിക്സ് ഷെയ്ഡാണ്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ആ ടോപ്പിന് ചേരുന്ന രീതിയിൽ ടോൺ ടു ടോൺ ആയിട്ട് തന്നെയാണ് നമുക്ക് ആ ഒരു ദുപ്പട്ടയുടെ പ്രിൻറ്റും പോയിരിക്കുന്നത്. നല്ല മാച്ചിങ് ആട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. കളറിനെ ഓരോന്നും കാണുമ്പോൾ നമുക്ക് കൂടുതൽ വരും. അത്രയും രസം എല്ലാ പ്രിൻറ്റുകളും കാണാനായിട്ട്. ഇതാണ് ദുപ്പട്ട കേട്ടോ. നല്ലതായിട്ട് ഒതുങ്ങി കിടക്കുക. നല്ല ഫാബ്രിക്കാണ്. നമ്മുടെ സോഫ്റ്റ് ജൂട്ട് വരത്തില്ലേ, ജൂട്ടിൽ തന്നെ കുറച്ചിങ്ങനെ സ്റ്റിഫായിട്ടൊക്കെ വരാറുണ്ട്. പക്ഷേ സോഫ്റ്റ് ജൂട്ട് വരത്തില്ലേ, സോഫ്റ്റ് ജൂട്ട്, സോഫ്റ്റ് ടസറൊക്കെ വരുന്ന പോലെയാണ്. ഡേസി ടസർ വരുന്ന പോലെ ഐറ്റം വന്നേക്കുന്നത്. അത്രയും ഒതുങ്ങി കിടക്കും കേട്ടോ. പക്ഷേ നമ്മൾ ടസറിൻ്റെ അത്ര റേറ്റും കൊടുക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ടസറോ ജൂട്ടൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും നോക്കിക്കോ. നല്ല നമ്പർ W779, റേറ്റ് 2196. ലാസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ബ്ലൂ കളറാട്ടോ. അതിൻ്റെ കോമ്പിനേഷൻ തന്നെയാണ്. എല്ലാം നല്ല ഷെയ്ഡാട്ടോ. ഏത് കളർ എടുത്താലും നല്ലതാണ്. ഇതിൻ്റെ ഈ ഷെയ്ഡ്സിനൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഏതാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്കിപ്പം വൈൻ ഷെയ്ഡ് തന്നെ അങ്ങനെയൊന്നും എടുക്കണമെന്നില്ല. എല്ലാ കളറിനും വേണ്ടിയതായ ഒരു ഭംഗിയുണ്ട്. ഇതിലും ടോപ്പിൽ കംപ്ലീറ്റ് ചെറിയതായിട്ട് ഒരു പ്രിൻറ്റ് പോകുന്നു കേട്ടോ. അത് ഫുള്ളായിട്ടുണ്ട്. ബാക്ക് സൈഡിലും അതുപോലെ തന്നെയാണ്. സെയിം ഫാബ്രിക്കാണ് കേട്ടോ. നല്ല ഒതുങ്ങി നല്ല ഫാബ്രിക്കാണ്. ഇതിങ്ങനെ രണ്ട് സൈഡിലൊക്കെ ഇരുന്നോ കാണുന്നത് നല്ല രസമാണ്. ഇത് എങ്ങനെ വേണമെന്നില്ല കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ കഴുത്തിലേക്ക് ചേർത്തോ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയോ വൺ സൈഡോ എങ്ങനെ വെച്ചാലും കാണാൻ ഭംഗിയാണ്. നല്ല ലെങ്ത്തും ഉണ്ട്. താഴെ ട്രാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം വരുന്ന സാറ്റിൻ സിൽക്ക്. നമ്പർ W780, റേറ്റ് 2196.